എത്രയൊക്കെ തേച്ച് മായ്ച്ച് കളയാൻ പോയാലും ചരിത്രത്തിൻ്റെ ഒരു ഏട് അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ നിങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു തെറ്റിൻ്റെ കറകൾ അവിടെ അവശേഷിക്കും. ആ കറകൾ ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കും സിനിമകൾ. ആ സിനിമയിൽ ചെറുതായിട്ടൊന്ന് പ്രതിപാദിച്ചു എന്ന് കണ്ടപ്പോഴത്തേക്കും കയറി അങ്ങ് കൊണ്ടു എല്ലാ നേതാക്കന്മാർക്കും, സുരേഷ് ഗോപി അടക്കം. സുരേഷ് ഗോപിയെ മുന്നേ എന്നൊരു ചെറിയൊരു വിശേഷണം ജോൺ ബ്രിട്ടാസ് നടത്തിയപ്പോൾ ജോൺ ബ്രിട്ടാസിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയെയും, അല്ലെങ്കിൽ സിനിമ ആദ്യ സമയത്ത് കാണാൻ പോകും, കുടുംബസമേതം കാണാൻ പോകും, മോഹൻലാലിനും ടീമിനും അഭിനന്ദനം എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിനെയും, പിന്നീട് അത് മാറ്റി പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിനെയും, BJP-യിലുള്ള പല ആളുകളുടെയും നിലപാടുകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിലും ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവരും അല്ലെങ്കിൽ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. MT രമേശിനെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞ നിലപാടിൽ തന്നെ അയാൾ ഉറച്ചു നിന്നു. പിന്നീട് അതിനുശേഷം പലരുടെ അടുത്ത്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത് സുരേഷ് ഗോപിയെ പറ്റി ചോദിക്കുമ്പോൾ അത് കാര്യങ്ങളെപ്പറ്റി ഞാൻ പഠിച്ചിട്ട് പറയാം, എന്താണ് സംഭവം എന്നറിയില്ല എന്നൊക്കെയുള്ള വ്യക്തതയും പക്വതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ സുരേഷ് ഗോപി ഇപ്പോഴും പഴയ ആ സിനിമയിലെ ആ ടച്ചും കൊണ്ടങ്ങ് നടക്കുകയാണ്. BJP ആരും അവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള വേറൊരു കാര്യം. സുരേഷ് ഗോപിയുടേതായിട്ടുള്ള